അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ സഹോദരന്മാരെ, ഹുസൈൻ സലഫിൻ ചെന്ന കർണാടകത്തിലും കേരളത്തിൻ്റെ ഏറ്റവും വലിയ മൗലവി സുബഹി, അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എൻ്റെ PM-ൽ കിട്ട ഒരു വീഡിയോൻ്റെ ഒരു ഭാഗം AP ഉസ്താദിൻ്റെ വീഡിയോനെ അപ്പുറം ഇപ്പുറം കട്ടാക്കിയിട്ടാണ് ഇയാൾ ഇട്ടത്. ആ ഭാഗം ഫുള്ളായിട്ടുള്ള ഭാഗം ഞാൻ കേൾപ്പിക്കുന്ന വിശദീകരണവും ഇൻഷാ അല്ലാഹ് ഞാൻ തന്നുകൊണ്ടുള്ള എല്ലാവരും കാതു കൊടുക്കി ചങ്ങന്മാരെ. AP അബൂബക്കർ മുസ്ലിയാർ നൽകിയ മറുപടി നമുക്കൊന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. കണ്ടാരല്ലേ ചങ്ങായിമാരെ, AP ഉസ്താദ് ഈ ചെല്ലിയ ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗം മുജാഹിദന്മാർ കട്ടുവെച്ചിനാറി, അത് കേൾപ്പിക്കുന്നില്ല. മക്കത്തെ മുശ്രിക്കീങ്ങൾ അവർ അള്ളാൻ ചെല്ലിട്ട് ചെല്ലുണ്ടായാര്, മക്കത്തെ മുശ്രിക്കീങ്ങൾ ആകാശത്തിനെയും ഭൂമിനെയും പഠിച്ചത് ആരും ചെല്ലിട്ട് മുശ്രിക്കീങ്ങളോട് കേട്ടെങ്കിൽ അത് അള്ളാഹു ചെല്ലിട്ട് അവർ ചെല്ലുണ്ടായാരും ചെല്ലിട്ട് ആയത്ത് ഓതിട്ട് AP ഉസ്താദ് ചെല്ലുന്നത്. അതിൻ്റെ ബാക്കി ഭാഗം AP ഉസ്താദിനത് കട്ടിവെച്ചാൽ ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന സാധാരണക്കാർ, എൻ്റെ പോലെയുള്ള ആൾക്കാർ എല്ലാവരും ഈ മുജാഹിദിൻ്റെ മൗലവന്മാരുടെ തരികേട് നിങ്ങൾ മനസ്സിലാക്കണം. ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ച ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. കണ്ടല്ലേ, അള്ളാഹുവിൻ്റെ നിഷേധിക്കുന്ന ആൾക്കാർ അല്ല മക്കത്തെ മുശ്രിക്കീങ്ങളും ചെന്നതിനെ കട്ടാക്കിയാര്. അതിൻ്റെ ഭാഗം AP ഉസ്താദ് ചെന്നത് കാതു കൊടുക്കി. പക്ഷെ അവരെന്തുകൊണ്ട് മുശ്രിക്കായി? അത് ഖുർആൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹ് പറയാതല്ലാതെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല. കണ്ടല്ലേ, ഈനെ കേൾപ്പിക്കുന്നില്ല. മീത്ത വീഡിയോയിൽ മുജാഹിദ്മാർ കട്ട വീഡിയോയിൽ ഈ ഭാഗത്തിന് എന്താ കരി കേൾപ്പിക്കുന്നില്ല. അപ്പോൾ അള്ളാഹ് ചൊല്ലിട്ട് മക്കത്തെ മുശ്രിക്കുകൾ ചൊല്ലുണ്ടായാര്, ബട്ട് പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തി തന്ന റബ്ബിൻ്റെ മേലെ വിശ്വാസം അവർക്ക് കിട്ടിയിട്ടില്ല. അള്ളാഹിൻ്റെ ഹബീബായ മുത്തുനബി തങ്ങൾ വിശ്വസിച്ച അള്ളാഹുവിൻ്റെ മേലെ അവർക്ക് വിശ്വാസം കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തി തന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ്, അള്ളാഹ്ക്ക് കൂട്ടുകാരനില്ല, അള്ളാഹു ഒരുവനാണ്, അവനല്ലാതെ ഒരു ഇലാഹി ഇല്ല എന്നുള്ള വിശ്വാസം ഈ അള്ളാഹ് ചെന്ന മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇതിനെന്താക്കിയാൽ മുജാഹിദ്മാർ മൂടി വെച്ചാൽ ഇതിന് വേനായിട്ട് മുസ്ലിമികളെ മുശ്രിക്കാക്കാൻ വേനായിട്ട് ഈ വാദത്തിനെ കൊണ്ടുവന്നിട്ടത്. സഹോദരന്മാരെ, ബാക്കി ഭാഗം കാതൊടുക്കി. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോയത്. കണ്ടല്ലോ, അതുകൊണ്ടാണ് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിട്ട് മക്കത്തെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിനാരാ? ഇല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ചൊല്ലിട്ട് വിശ്വസിച്ചാരാ? ഇല്ല. അവർ എന്തായിക്കൊണ്ടായി? ആകാശത്തിനെയും ഭൂമിനെയും പഠിച്ചത് ആരെയും കേട്ടെങ്കിൽ അള്ളാഹ് ചൊല്ലുണ്ടായി. അതെന്താ അവർ അള്ളാഹ് ചൊല്ലിയത്? അത് അവരുടെ ഭാഷയാണ്, അറബി ഭാഷ. ഉദാഹരണത്തിന് ഞാനൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേനായിട്ട് ഞാൻ ചെന്ന ഇപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള കന്നഡം മുണ്ടുന്ന ഒരു മുസ്ലിമായ ഒരു സഹോദരനിൽ കേൾക്കാം. അതേപോലെ തന്നെ ആകാശത്തിനെയും ആകാശവണ്ണ് ഭൂമിയെണ്ണു സൃഷ്ടിച്ചവണ് യാറും കേൾക്കാം. അപ്പം അവൻ ചൊല്ലും, ആര് ചൊല്ലും? കന്നഡം മുണ്ടുന്ന മുസ്ലിം ചൊല്ലും, അത് ദേവറും ചൊല്ലും. ഒരു ഹിന്ദു സഹോദരൻ്റെ അല്ലി കേൾക്കാം, ആകാശവണ്ണു ഭൂമിയെണ്ണു സൃഷ്ടിച്ചവണ് യാറും കേൾക്കാം, ഹിന്ദു സഹോദരൻ ചൊല്ലും, അത് ദേവറും ചൊല്ലും. അപ്പോൾ ഊടെ മുസ്ലിം ചൊല്ലിയവനും ഹിന്ദു സഹോദരൻ ചൊല്ലിയതും ഒരേ പദ, ഏത്? ദേവറും ചൊല്ലിട്ട് ഈ ഹിന്ദു സഹോദരൻ ചൊല്ലിയത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിട്ട് വിശ്വസിച്ചിട്ടാ? ഒരിക്കലുമല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അതിന് വിശ്വസിച്ചിട്ടാ?
അല്ല. അള്ളാന്റെ ഹബീബ് പരിചയപ്പെടുത്തി തന്ന റബ്ബിനെയാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ചിട്ടോ ഈ ഭാഗത്ത് ചെല്ലുക, ഈ കണ്ണടത്തിൽ ദേവറും ചെല്ലുക, ഈ മുസ്ലിമായ സഹോദരൻ ചെല്ലിയത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചതാ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്ന അള്ളാഹുവിനെയാണ്. ഈനെന്താക്കുന്നു മുസ്ലിമുകളെ മുശ്രിക്കാക്കാൻ വേണമായിട്ട് AP ഉസ്താദിൻ്റെ ഒരു വീഡിയോനെ അപ്പുറം ഇപ്പുറം കട്ടിട്ട് ഈ സ്വബൈക്കന്നെ ഈ മുജാഹിദിൻ്റെ ടോപ്പ് മൗലവിയായ ഹുസൈൻ സലഫി എൻ്റെ PM കിട്ടിട്ട് നിങ്ങൾ നാറില്ലേ? ഹുസൈൻ സലഫി നിങ്ങൾ നാറില്ലേ? ഇത് എനക്കെന്നെ നിങ്ങൾ ഇടേണ്ടി വന്നാ ഒക്ക. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഈ മുജാഹിദിൻ്റെ മൗലവിമാരെ ഈ തൗഹീദും മുസ്ലിമുകളെ മുശ്രിക്കാക്കുന്നതും മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസവും പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തും AP ഉസ്താദിൻ്റെ പ്രഭാഷണം അവസാനം ലാസ്റ്റും എല്ലാം ഞാൻ കേൾപ്പിച്ചിന്. സത്യമായി മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ മുജാഹിദ് വർഗത്തിന് ഷർറിന് തൊട്ടു ഈ പാവപ്പെട്ട സാധുക്കളായ ഉമ്മത്തിന് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരുവാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.